അപ്പോൾ റൈറ്റിംഗ് ഫോർമേഷൻ്റെ വെർബുകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എഴുതുമ്പോൾ V1 V2 V1 ക്രിയയുടെ കൂടെ ബേസ് വെർബിൻ്റെ കൂടെ ഡസ് ടു എന്നീ ഓക്സിലറി വെർബുകൾ ചേർന്നിട്ട് എന്താണ് സിമ്പിൾ പ്രസൻസിലുള്ള രണ്ട് തരത്തിലുള്ള വെർബുകൾ ഉണ്ടാവുകയാണ്. ഡസ് പ്ലസ് റൈറ്റ് റൈറ്റ്സ് എന്നും ഡു പ്ലസ് റൈറ്റ് എന്നും കാണും. രണ്ടിനും ഒരേ അർത്ഥമാണ്. ഇത് സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഡസ് ചേർന്ന വെർബാണ്. പ്ലൂറലാണെങ്കിൽ എന്താണ്? ബഹുവചന സബ്ജക്റ്റ് ആണെങ്കിൽ വചനമാണെങ്കിൽ നമ്മൾ ഡു ചേർന്ന വെർബ് ഉപയോഗിക്കും. അപ്പോൾ റൈറ്റിംഗ് ഫോർമേഷൻ വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഡസ് ഡു ഓർ ഒന്നിക്കിൽ ഡു അല്ലെങ്കിൽ ഡസ് പ്ലസ് V1 ക്രിയ. സബ്ജക്റ്റ് പ്ലസ് ഡു ഒന്നിക്കിൽ അല്ലെങ്കിൽ ഡസ്, ഒന്നിക്കിൽ ഡു അല്ലെങ്കിൽ ഡസ് പ്ലസ് V1. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുമ്പോൾ ഷീ ആണെങ്കിൽ ഷീ എന്ന് പറയുമ്പോൾ ഷീ സബ്ജക്റ്റ് സിംഗുലർ ആണ്. ഷീ ഏതാ വരിക? ഡസ് ചേർന്നതാണോ ഡു ചേർന്നതാണോ? ഷീ സിംഗുലർ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ഡസ് ചേർന്ന വെപ്പ്. ഇപ്പോൾ അവൾ എഴുതാറുണ്ട് കവിത എന്ന് പറയാനാണെങ്കിൽ ഡസ് പ്ലസ് റൈറ്റ് ആണ് വരിക. ഈ ഡസ് പ്ലസ് റൈറ്റ് എന്തായിട്ട് കാണും? റൈറ്റ്സ് എന്ന് കാണും. അപ്പോൾ എന്താണ്? ഷീ അവൾ കവിത എഴുതാറുണ്ട് എന്ന് നമ്മൾ പറയുകയാണ്. അവളുടെ ഹാബിറ്റാണ്. ഷീ റൈറ്റ്സ് പോയംസ്. ഷീ റൈറ്റ്സ് പോയംസ്. അവൾ കവിതകൾ എഴുതാറുണ്ട്. ഇനി അവർ എന്ന് പറയുന്നു ദേ. അവർ ഫുട്ബോൾ കളിക്കാറുണ്ട്. ഹാബിറ്റാണ്. ദേ ഫുട്ബോൾ കളിക്കാറുണ്ട്. കളിക്കുക എന്നുള്ളത് പ്ലേ ആണ്. അപ്പോൾ അതെന്താണ്? ദേ ബഹുവചന സബ്ജക്റ്റ് ആണ്. സ്വാഭാവികമായും നമുക്ക് ഡു ചേർന്ന പ്ലേയാ വരിക. ഡു പ്ലസ് പ്ലേ ഈസിക്കൽ പ്ലേ ആണിക്കും അല്ലേ? അതായത് ഡു ചേരുന്ന വെർബുകൾ ക്രിയ ഇങ്ങനെയാണ് ഉണ്ടാകുക. വ്യത്യാസം കാണാൻ ഉണ്ടാകുക. അതാണ് ഡു ഒരു ഉപ്പോ പഞ്ചസാര പോലെയാണ് ഈ V1 ക്രിയയിൽ ലയിക്കുന്നത്. V1 ക്രിയ ഒരു പച്ചവെള്ളമാണ്, നിറമില്ലാതെ. അപ്പോൾ അതിന് നിറ വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? ദേ പ്ലേ ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിക്കാറുണ്ട്. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ആണ് നമുക്ക് ഇതിനെ പഠിക്കാം. വളരെ രസകരമാണിത്. ഇതാണ് ഇതിലെ ഓക്സിലറി വെർബുകൾ. ഈ ഓക്സിലറി വെർബുകൾ V1 ക്രിയയുടെ കൂടെ ചേരുമ്പോഴാണ് നമുക്ക് രണ്ട് തരത്തിലുള്ള വെർബുകൾ ഉണ്ടാകുന്നത്. ശ്രദ്ധിക്കണം. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഡസ് ചേർന്നതാണ്. അതുകൊണ്ടാണ് ഷീ സ്പീക്സ് ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഷീ ഡ്രൈവ്സ് കാർ. അവൾ കാർ ഓടിക്കാറുണ്ട്. ഞങ്ങൾ എന്ന് പറയുന്നത് ബഹുവചനാണ്. ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. വി പ്ലേ ക്രിക്കറ്റ്. എന്താണ്? വി ബഹുവചന സബ്ജക്റ്റ് ആയതുകൊണ്ട് അവിടെ പ്ലേ എന്നത് എന്താണ്? ഡു ചേർന്നതാണ്. അതുകൊണ്ടാണ് ഡു പ്ലസ് പ്ലേ ആയ വെർബ് ഒക്കെയാണ് വി പ്ലേ ക്രിക്കറ്റ്. ദേ സ്വിം ഇൻ ദ റിവർ. ഷീ സ്വിംസ് ഇൻ ദ പോണ്ട്. അവൾ കുളത്തിൽ നീന്താറുണ്ട്. ഐ ഗോ ടു മാർക്കറ്റ്. ഞാൻ മാർക്കറ്റ് ഇൻ ദ ഈവനിങ്സ്. വൈകുന്നേരങ്ങളിൽ ഞാൻ മാർക്കറ്റിൽ പോകാറുണ്ട്. ഐ സിംഗുലർ ആണ്. പക്ഷെ ഐയുടെ കാര്യം ഞാൻ കഴിഞ്ഞ ലക്കങ്ങളിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്, കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതാണ്. ഐ സിംഗുലർ ആണ്. പക്ഷെ ഐക്ക് ഫസ്റ്റ് പേഴ്സൺ പദവി ഉള്ളതുകൊണ്ട് അതിനെ എന്താണ് പ്ലൂറലായിട്ട് നമ്മൾ കണക്കാക്കിയാണ്. ഒറിജിനലി ഐ ഈസ് എ സിംഗുലർ സബ്ജക്ട്, ബട്ട് ഐ ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ ഇംഗ്ലീഷ്. സോ വി ഗിവ് ദ പ്ലൂറൽ സ്റ്റേറ്റ് ഓണറബിളി. അതുകൊണ്ടാണ് ഐ ഗോസ് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ എന്താ വരുന്നത്? ഐ ഗോ, ഐ വാച്ച്, ഐ റീഡ്, ഐ സ്പീക്ക്, ഐ വാച്ച്, ഐ പ്ലേ, ഐ ഡ്രിങ്ക്, ഐ ടേക്ക്, ഐ ലേൺ, ഐ ലെഡി, ഐ സ്റ്റഡി. ആ യുവിൻ്റെ കാര്യം എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? യു എന്നത് രണ്ട് തരത്തിൽ ഉപയോഗിക്കുന്നത്. യു എന്നത് സിംഗുലറിൽ നീ എന്ന അർത്ഥത്തിലാണ് യു, പ്ലൂറലിൽ നിങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നീ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ, യു സ്റ്റഡി എന്നാണ് പറയുന്നത്. ശരിക്കും യു സ്റ്റഡീസ് ആണ്. നീ നന്നായി പഠിക്കാറുണ്ട്. യു പ്ലേ ടെന്നീസ്. നീ ടെന്നീസ് കളിക്കാറുണ്ട്. യു വാച്ച് മൂവി, ഇംഗ്ലീഷ് മൂവി. നീ ഇംഗ്ലീഷ് മൂവി കാണാറുണ്ട്. ശരിക്കും അവിടെ യു വാച്ചസ് ആണ് വേണ്ടത്. അപ്പോൾ അവിടെ ഈ പറയൂ ഐൻ്റെ കാര്യം പോലെ തന്നെ അവിടെ സിംഗുലർ പ്ലൂറൽ വെർബിനെ എടുക്കുന്നത്.
അതുപോലെ നിങ്ങളെന്ന് പറയാത്ത യു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല. നിങ്ങൾ എന്നത് ബഹുവചനമാണ്. അത് ആ രീതിയിൽ തന്നെ ആ നിയമത്തെ അംഗീകരിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ വൈകുന്നേരങ്ങളിൽ ഫുട്ബോൾ കളിക്കാറുണ്ട്, നിങ്ങൾ ബഹുവചനാണ്. യു പ്ലേ ഫുട്ബോൾ ഇൻ ദ ഈവനിങ്സ്. നിങ്ങൾ ഒഴിവു സമയങ്ങളിൽ ബീച്ചിലൂടെ നടക്കാറുണ്ട്. യു വാക്ക് ഇൻ ദ ബീച്ച് ഇൻ ലെഷർ ടൈം. നിങ്ങൾ ഫുട്ബോൾ കാണാറുണ്ട്. യു വാച്ച് ഫുട്ബോൾ. നിങ്ങൾ കാർ ഓടിക്കാറുണ്ട്. യു ഡ്രൈവ് കാർ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്.